എന്നും ഈ കടയിൽ നിന്ന് തന്നെ എണ്ണക്കടി വാങ്ങി കഴിച്ച് മടുത്തു കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡ് കൊണ്ട് നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പേടിയില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് കേട് വരുമോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട, കാരണം ഇത് പേരറിയാത്തൊരു സ്നാക്സും കൂടാണ് കേട്ടോ. അങ്ങനെ ഇതാ പെട്ടെന്ന് ബ്രെഡിൻ്റെ വക്കൊക്കെ ആ ഒരു കരിഞ്ഞ ഭാഗമൊക്കെ അങ്ങോട്ട് കളഞ്ഞു. ബാക്കി ബ്രെഡ് എടുത്തിട്ട് ഞാൻ കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രെഡ് കംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊടിയാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 2 വലിയ സവാളയും കൂടെ ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക. അതായത് പേരിന് ഇങ്ങനെ ചെറുതായിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ നമുക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളകും പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം കുറേശ്ശെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 തേങ്ങ എടുത്തിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തൊലിയൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയും അരയണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത്രയും അരഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചതച്ചെടുത്താൽ ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ബ്രെഡ് മുട്ടി ഉള്ളിയും പഴം ഇതൊക്കെ പാടെ എങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്താലും എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ആവട്ടോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഴമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഒരു കുഴച്ച് വെച്ച സംഭവം ബ്രെഡ് കംസിൽ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് മാറ്റി വെക്കണം. ലാസ്റ്റ് ഒപ്പേ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ടൈം പിടിക്കും. അങ്ങനെ ഇതാ ഏകദേശം എല്ലാം ഞാൻ ബ്രെഡ് കംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. ചട്ടി നല്ലപോലെ ചൂടായി എണ്ണി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൽ ഉള്ളി ചേർക്കണം എന്നൊന്നുമില്ല, അതായത് സവാള ചേർക്കണം എന്നൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ തീ, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ബ്രെഡ് കംസിൽ മുക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പുറംഭാഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറ്റൂല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. എണ്ണക്കടി നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, കാരണം കണക്കല്ലാതെ നമ്മൾ കഴിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കണക്കാക്കിയിട്ട് 1-2 കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ അധികം പുറത്തുനിന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കാരണം പേരറിയാത്തൊരു സ്നാക്സ് ആണല്ലോ. എൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പലഹാരം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ലോഡ് പാത്രം കഴുകാനും ആകെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം വാങ്ങിക്കുന്നത്. എന്നാൽ പിന്നെ ഒന്നൊക്കെയല്ലേ നമ്മൾ കഴിക്കുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയല്ലല്ലോ, 4 5 ഒക്കെ വീതം നമ്മൾ കഴിക്കൂലേ. പക്ഷെ എന്തായാലും ഹെൽത്തിയാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ സംഭവമാണല്ലോ. പുറത്തുനിന്നാകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തായാലും കാണുമ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്തായാലും നമുക്കിത് സോസിലൊന്ന് മുക്കിയിട്ടൊന്ന് കഴിക്കാട്ടോ. അങ്ങനെ അതാ ഞാൻ ഒന്നെടുത്ത് കഴിക്കാൻ പോവുകയാണ്. എന്തായാലും എനിക്ക് മധുരമില്ലാത്ത ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ കഴിച്ചപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ കേട്ടോ.